നമസ്കാരം. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ റോക്കറ്റ് വിക്ഷേപണത്തിനിടെയുണ്ടായ സ്ഫോടനം 3 യാത്രാ വിമാനങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയതായി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വെളിപ്പെടുത്തൽ. ഈ വർഷം ജനുവരിയിൽ നടന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിക്ഷേപണത്തിനിടയിലുണ്ടായ പരാജയത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ മനുഷ്യനില്ലാത്ത 7ാമത്തെ സ്റ്റാർഷിപ്പ് പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. ജനുവരി 16-ന് ടെക്സസിൽ നിന്നും വിക്ഷേപിച്ച 7ാമത്തെ സ്റ്റാർഷിപ്പ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ് വിക്ഷേപിച്ച 10 മിനിറ്റിനുള്ളിൽ കരീബിയൻ കടലിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തെ തുടർന്ന് കത്തുന്ന അവശിഷ്ടങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം ആകാശത്ത് ചിതറിക്കിടന്നു. ഈ സമയത്ത് ആകാശത്തിലുണ്ടായിരുന്ന 3 യാത്രാ വിമാനങ്ങളിലായി 450ഓളം യാത്രക്കാരാണ് അപകട ഭീഷണി നേരിട്ടത്. പ്യൂർട്ടോറിക്കോയിലെ സാൻ ജുമാനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജെറ്റ് ബ്ലൂ വിമാനത്തിലെ പൈലറ്റുമാർക്ക് റോക്കറ്റ് അവശിഷ്ടങ്ങൾ വീഴുന്ന മേഖലയിലുള്ള യാത്ര സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രമേ തുടരാനാകൂ എന്ന് എയർ ട്രാഫിക് കൺട്രോളർമാർ മുന്നറിയിപ്പ് അടക്കം നൽകിയിരുന്നു. ഇബേരിയ എയർലൈൻസിന്റെ വിമാനവും ഒരു സ്വകാര്യ ജെറ്റ് വിമാനവും സമാനമായ പ്രതിസന്ധിയും നേരിട്ടു. ഇന്ധനം തീർന്നു പോകുമെന്ന പേടിയിലെ വിമാനങ്ങളൊടുവിൽ ഫ്യൂവൽ എമർജൻസി പ്രഖ്യാപിക്കുകയും താൽക്കാലികമായി നിരോധിച്ച വ്യോമ മേഖലയിലൂടെ പറന്ന് ലാൻഡ് ചെയ്യുകയുമായിരുന്നു. സ്ഫോടനം നടന്ന ഉടൻ തന്നെ സ്പേസ് എക്സ് അധികൃതർ FAA വിവരം അറിയിച്ചില്ല എന്നതാണ് ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ. ആകാശത്ത് കത്തുന്ന അവശിഷ്ടങ്ങൾ കണ്ട പൈലറ്റുമാരിൽ നിന്നാണ് മിയാമിയിലെ കൺട്രോളർമാർ വിവരം അറിയുന്നത്. സ്ഫോടനത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വിമാനത്തിൽ ഇടിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാകുമായിരുന്നുവെന്നും AFFA രേഖകൾ വ്യക്തമാക്കുന്നു. അന്ന് ഈ സംഭവത്തെ ഒരു ചെറിയ തകരാറായാണ് എലോൺ മസ്ക് വിശേഷിപ്പിച്ചതെങ്കിലും ആകാശ സുരക്ഷയെ ഇത് ഗുരുതരമായി ബാധിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപണങ്ങൾ വർദ്ധിച്ചു വരുന്നത് സാധാരണ വിമാനയാത്രക്കാരുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് വിദഗ്ധർക്കിടയിൽ ആശങ്കയും ഉയർന്നിട്ടുണ്ട്. മിയാമിയിലെ കൺട്രോളർമാർക്ക് റോക്കറ്റ് അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് വിമാനങ്ങളിലെ പൈലറ്റുമാരിൽ നിന്നായിരുന്നുവെന്നും രേഖകൾ പറയുന്നു. വിക്ഷേപണത്തിന് ശേഷം സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് എക്സിൽ വിജയം ഉറപ്പില്ല, എന്നാൽ വിനോദം ഉറപ്പാണെന്നും കുറിച്ചിരുന്നു. ചൊവ്വയിൽ മനുഷ്യവാസം യാഥാർത്ഥ്യമാക്കാനുള്ള മസ്കിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ പരീക്ഷണ വിക്ഷേപണം. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിക്ഷേപണം. എന്തായാലും ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്പേസ് എക്സ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്വകാര്യ കമ്പനിയാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ കമ്പനിക്ക് ഒരുപാട് വീഴ്ചകൾ ഉണ്ടെന്നാണ് ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് റിപ്പോർട്ടിലൂടെ. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് 2025-ൽ നിരവധി വിജയകരമായ പരീക്ഷണ പറക്കലുകൾ നടത്തിയത് മാത്രമാണ് വാർത്തയിൽ ഇടം നേടിയത്. എന്നാൽ വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കാനും ചന്ദ്രനിൽ കോളനികൾ സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബഹിരാകാശത്തു നിന്നും ഇന്റർനെറ്റ് സേവനം നൽകുന്ന സ്റ്റാർലിങ്ക് പദ്ധതിക്ക് കീഴിൽ 2025 അവസാനത്തോടെ 10,000-ഓളം ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിലുണ്ട്. ലോകമെമ്പാടും ഏകദേശം 7 ദശലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോൾ സേവനം ഉപയോഗിക്കുന്നതായാണ് കണക്കുകൾ.